രാജ്യത്തെ തന്നെ നടുക്കിയ കൊലപാതകമായിരുന്നു കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിലുണ്ടായ മലയാളി സിഇഒ അടക്കം 2 പേരുടെ മരണം. പട്ടാപ്പകൽ ഓഫീസിൽ കയറിയാണ് പ്രതികൾ ഇരുവരെയും വാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇന്റർനെറ്റ് സേവന കമ്പനിയായ എയറോണിക്സ് മീഡിയയുടെ സിഇഒ കോട്ടയം പനച്ചിക്കാട് സ്വദേശി ആർ വിനുകുമാർ, MD ഫണീന്ദ്ര സുബ്രഹ്മണ്യ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ കമ്പനിയിലെ മുൻ ജീവനക്കാരൻ ജോക്കർ ഫെലിക്സ് എന്ന ശബരീഷ്, കൂട്ടാളികളായ സന്തോഷ്, വിനയ് റെഡ്ഡി എന്നിവരെ പോലീസ് കുനകിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ടിക്ടോക്ക് താരമായ ജോക്കർ ഫെലിക്സ് ആണ് കേസിലെ മുഖ്യപ്രതി. ഇൻസ്റ്റഗ്രാമിൽ സജീവമായ പ്രതി ലഹരിക്ക് അടിമ കൂടിയാണ്. JF മീഡിയ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനലും ഇയാൾക്കുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങൾ സജീവമായിട്ടുള്ള ഫെലിക്സ് കൊലപാതകത്തിന് 9 മണിക്കൂർ മുൻപ് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയും പോസ്റ്റ് ചെയ്തിരുന്നു. കൂടാതെ ദേഹമാകെ ചായം പൂശി, കണ്ണുകൾ കറുത്ത നിറവും വായിൽ രക്തനിറവും വരച്ചു ചേർത്ത് ജോക്കർ ശൈലിയിലുള്ള ചിത്രവും ഇയാൾ പങ്കുവച്ചിരുന്നു. സ്വന്തമായി കമ്പനി തുടങ്ങണമെന്ന ആഗ്രഹത്തോടെയാണ് ഇയാൾ എയറോണിക്സിലെ ജോലി അവസാനിപ്പിച്ചത്. തുടർന്ന് എയറോണിക്സിന് സമാനമായി സേവനം നൽകുന്ന സ്റ്റാർട്ടപ്പും ഫെലിക്സ് ആരംഭിച്ചിരുന്നു. എന്നാൽ മുൻ കമ്പനി തന്റെ സ്റ്റാർട്ടപ്പ് ബിസിനസ്സിന് വെല്ലുവിളിയായതാണ് ഫെലിക്സിനെ പ്രകോപിപ്പിച്ചതെന്നാണ് വിവരം. എയറോണിക്സിൽ നിന്നും പിരിച്ചുവിട്ടതിന്റെ പകയും കൃത്യത്തിന് പ്രേരിപ്പിച്ചതായി പോലീസ് അറിയിച്ചു. കൂടാതെ ഈ ഭൂമിയിലെ മനുഷ്യൻ എപ്പോഴും മുഖസ്ഥിതി പറയുന്നവരും വഞ്ചകരുമാണ്. അതിനാൽ ഇങ്ങനെയുള്ള മനുഷ്യരെ ഞാൻ വേദനിപ്പിക്കും. ചീത്ത മനുഷ്യരെ മാത്രമേ ഞാൻ വേദനിപ്പിക്കൂ, നല്ല ഒരാളെയും വേദനിപ്പിക്കില്ല എന്നും ഫെലിക്സ് തന്റെ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു.